നമസ്കാരം. എൻ്റെ മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ശനിയാഴ്ച നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം പറയണം. ഒപ്പം നമ്മളെ വിഷ്ണു ഇരിക്കുന്നു. അവർക്ക് നമസ്കാരം. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ട്രംപിനെ കുറിച്ചുള്ള ന്യൂസ് നോക്കാം. കഴിഞ്ഞിട്ട് ഗോൾഡ് അതൊക്കെ എന്താകും ഇനി എന്നൊക്കെ നിങ്ങൾ പറയുവാണെങ്കിൽ വളരെ നന്നായിട്ടിരിക്കും സർ. ട്രംപിന്റെ കാര്യം കുറിച്ച് ഇത് നടക്കത്തില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോർട്ട് പറഞ്ഞിരിക്കുന്നു. പിന്നെ ഇതൊരു വലിയ ഡിഫീറ്റാണ്. ഇൻഫാക്ട് 250 വർഷത്തിൻ്റെ ഹിസ്റ്ററിയിൽ ഏത് പ്രസിഡന്റിനും ഇങ്ങനത്തെ ഒരു ഡിഫീറ്റ് കിട്ടിയിട്ടില്ല. ഇറ്റ്സ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഡിഫീറ്റ് ഫോർ ദി അമേരിക്കൻ പ്രസിഡന്റ്. അവരുടെ പോളിസി കംപ്ലീറ്റ് ആയിട്ട് നടക്കത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചട്ടങ്ങളിലെയും അവർ ഓവർടേൺ ചെയ്തിരിക്കുന്നു. പോളിസിയെ തന്നെ മൊത്തമായിട്ട് ഓവർടേൺ ചെയ്യുന്നത് ഒരു വലിയ ഡിഫീറ്റാണ്. ആൻഡ് സുപ്രീം കോർട്ട് പബ്ലിക്കിൻ്റെ ഒപ്പം തന്നെ പോയിരിക്കുന്നു. എനിക്ക് ആ പബ്ലിക്കിലും 64% ജനങ്ങൾ വന്നിട്ട് എഗെയിൻസ്റ്റ് ടാരിഫാണ്. ഇതുവരെയ്ക്കും അവർ പറഞ്ഞ ടാരിഫും അവിടെ ഒന്നും കാര്യം നടക്കുന്നില്ല. ഇയാൾ ഞാൻ പിടിച്ച മുയലിന് 3 കാലെന്ന് പറഞ്ഞ് ഇന്നൊരു ചട്ടത്തിനെ കണ്ടുപിടിച്ച് മൂലം ഞാൻ എല്ലാവരുടെ മേളിലും 10% ടാക്സ് ഇടുമെന്ന് തുടങ്ങിയിരിക്കുന്നു. ഇതേ പറഞ്ഞിരിക്കുന്ന സർ. അതെ, ഇന്നലിരുന്ന് ചേഞ്ചസ് ഇരിക്കില്ല എന്നും പറയുന്നു. 24 ഇതിന് നമുക്ക് വരുന്നു പറഞ്ഞിരിക്കുന്നു അല്ലേ. അന്നിലിരുന്ന് 150 ദിവസത്തിന് ടാക്സ് ഇരിക്കും. ഇത് അമേരിക്കയ്ക്ക് ഒരു വലിയൊരു പിന്നടവാണ്. 120 ബില്യൺ ഡോളർ ഇതുവരെ വാങ്ങിയതൊക്കെ തെറ്റെന്നാണ് പറയുന്നു. തിരികെ താഴ്ന്ന് എല്ലാവരും ചോദിക്കും. ആൾറെഡി ചോദിച്ചു. ഒരുപാട് ആൾക്കാർ തിരികെ താഴ്ന്ന് ചോദിക്കാൻ പോകുന്നു. ചോദിച്ചിട്ട് പിന്നെ കേസിടും. 20 ബില്യൺ ഡോളർ വന്നിട്ട് ഈ ബഡ്ജറ്റ് ഡെഫിസിറ്റിനെ ഇന്നും വലുതാക്കും. വേറെ ഓപ്ഷൻ ഇല്ല. ഈ 130 ബില്യൺ ഡോളർ തിരികെ കൊടുത്ത് തന്നെ ആവണം. സമയം ഇവരെ എക്കോണമി എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യും എന്നതെന്ന് നോക്കണം. ഡോളർ പ്രിൻ്റ് ചെയ്യണം. ഇതുപോലെ 50% ടാരിഫിന് ഇടാൻ പറ്റൂല. 100% തന്നെ ഓവർ എക്സിസ്റ്റിംഗ് ടാരിഫ് ഇടാൻ പറ്റുമ്പോൾ ഓട്ടോ പാർട്സ് ആൻഡ് ഓട്ടോമൊബൈൽ സ്കീമിനൊക്കെ ടാരിഫ് ഇല്ല. കാരണം നമ്മൾ ഈ ടൊയോട്ടോ ഒക്കെ രക്ഷപ്പെട്ടു. ടൊയോട്ടോ ഹോണ്ടയ്ക്കൊക്കെ ഇതൊക്കെ പോസിറ്റീവാണ്. 100% തന്നെ ഞാൻ ഇടുവാണെങ്കിൽ നൈറ്റ് ഇതുപോലത്തെ കമ്പനിക്കൊക്കെ പ്രോഫിറ്റാണ്. ഒരു സ്ട്രൈക്ക് ഡൗൺ ചെയ്താലും ചെയ്യും. വാലിഡിറ്റി 150 ദിവസം തന്നെ. അത് 5 മാസം തന്നെ വാലിഡിറ്റി. മാസത്തിൻ്റെ അകത്ത് ഇലക്ഷൻ വരും. അവിടെ ഇലക്ഷനിൽ ഭയങ്കരമായിട്ട് തോക്കുവാണെങ്കിൽ ഇവർ ടാരിഫ് ഒന്നും നടക്കത്തില്ല. ഇപ്പോൾ ഇരിക്കുന്ന സ്ഥിതിക്ക് ഇതൊരു കൺഫ്യൂഷനിൽ പോയി തീരും. ഇന്ത്യയെക്കുറിച്ച് ഒരാൾ ചോദിച്ചിരുന്നത്, ഇന്ത്യയെക്കുറിച്ച് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്ക് ടാരിഫുണ്ട്, ഡീൽ പോവും, 0 ടാരിഫ്. മോദിക്ക് 18 ടാരിഫ്. മോദി ഗ്രേറ്റ് മാൻ എന്ന് പറയുന്നു. ആണ് കാര്യങ്ങളൊക്കെ ചെന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഈ ഗ്രേറ്റ് മാൻ ആയിട്ടിരുന്നു 18% ടാരിഫ് സമ്മതിക്കും. 0% ടാരിഫ് എന്ന് പറഞ്ഞാൽ അത് എവിടത്തെ ന്യായമാണ്? ഇതിൽ എന്താണ് ഗുഡ് ഡീൽ എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഗിഫ്റ്റിൻ്റെ മുമ്പേ 400 പോയിന്റ് കയറി. അല്ലാതെ ഇന്ന് സാറ്റർഡേ സൺഡേ ഈ ടാരിഫ് വന്നതിൻ്റെ ശേഷം ഈ 400 പോയിന്റ് ഈ സ്റ്റാർട്ടേഡ് കാറ്റി ഇറങ്ങും. ഇത് കാരണം അൺസർട്ടനിറ്റി കണ്ടിന്യൂ ആവും. അൺസർട്ടനിറ്റി കാരണവും ഈ കാശിന് തിരികെ കൊടുക്കണം എന്ന കാരണത്താലും പെട്ടെന്ന് മാർക്കറ്റ് ഒരു $50 കയറി. 180 അടുത്ത് ഫ്യൂച്ചേഴ്സിലും 180 ക്യാഷിലും ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു നല്ല ന്യൂസാണ്. ഇപ്പോൾ പറഞ്ഞ റേഞ്ചിൽ തന്നെ ഇരിക്കുന്നു. 680 പോയി നിൽക്കുന്നു. സാറ്റർഡേ സൺഡേ അവിടെ തന്നെ ഇരിക്കും. അടുത്ത ആഴ്ച ഇതിനെക്കുറിച്ച് നോക്കാം. ഈ സാറ്റർഡേ സൺഡേ പെട്ടെന്ന് ഒരു ഗുണ്ടിടുന്നൊക്കെ നിങ്ങൾ നോക്കിയിരുന്നല്ലേ? അറിഞ്ഞിടയ്ക്ക് സംസാരിച്ചപ്പോൾ ഇന്നലെ കൂടെ ഞാൻ പറഞ്ഞിരിക്കുന്നു. അതെ, ഇന്നലെയും ഇടയ്ക്ക് 2 കൊണ്ടിടുവാണെങ്കിൽ ബെറ്റർ നെഗോഷിയേറ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നു. ഇതിൽ തോറ്റ കാരണം ഇടയ്ക്ക് വൈകുന്നേരം ഗുണ്ടിട്ടാലും ഇടാം. കുറച്ച് പറഞ്ഞിട്ടിരിക്കുക അല്ലേ സർ? ഓക്കെ സാർ, ഇതെങ്ങനെ ഇരിക്കുന്നു വെച്ചാൽ എന്തിനും പടം നോക്കിയിട്ടുണ്ടാ? അതിൽ വന്നിട്ട് രജനികാന്ത് ഒരു റോബോ ചുറ്റിയെ ചെയ്യും. അതുപോലെ അമേരിക്കൻസ് ഒക്കെ വോട്ടിട്ട് ഒരു ചുറ്റിയെ റെഡി ചെയ്തിരിക്കുന്നു. അതൊന്ന് ചെയ്യും. അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇന്റർവെലിന്റെ ശേഷം അതിനൊരു റെഡ് ചിപ്പ് കൊടുത്ത് വെളിയിൽ വിട്ടിരിക്കുന്നു. ആ റെഡ് ചിപ്പ് വന്നിട്ട് ആ റെഡ് ചിപ്പ് എന്ത് ചെയ്യുമെന്ന് ഇനി നമ്മൾ ക്ഷമയോടെ കാത്തിരുന്ന് തന്നെ നോക്കണം. എന്നതുപോലെയാണ് സാർ ഇരിക്കുന്ന സിറ്റുവേഷൻ. കറക്റ്റ് അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഇപ്പോൾ ഒരു റെഡ് ചിപ്പ് വെച്ച് അയച്ചാണ് വിട്ടിരിക്കുന്നത്. ഇന്നലെ വന്നത് ഒരു വലിയ സ്ട്രൈക്കാണ്. അത് ഭയങ്കര നാണക്കേട് പോലെ ആയല്ലേ സാർ? അതാണ് ഇവർക്ക് നാണക്കേടൊന്നും ഇല്ലല്ലോ. ബട്ട് ഇതിൽ എന്ത് ഞാൻ ഇത്ര ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ അമേരിക്കയിൽ ഫൗണ്ടിങ് പ്രിൻസിപ്പിൾസ് വളരെ ക്ലിയർ ആണ്. ലിബറൽ സൊസൈറ്റി ഒരു ദിവസം എല്ലാം തിരികെ അടിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ജനനായകം തിരികെ വരും. പിന്നെ തിരികെ കോൺഗ്രസും സെനറ്റും കൺട്രോൾ എടുക്കും. ഡോളർ കിങ് ആയിട്ടിരിക്കും. ചൈനയിൽ ഇപ്പോൾ സി ജിൻപിങ്ങിന് അടിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. ഗൂഡിനെ അടിക്കാൻ പറ്റുമോ? ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ
ജനനായകത്തിനും മറ്റതിനുള്ള ഡിഫറൻസ്. എന്തുകൊണ്ട് ഡീ ഡോളറൈസേഷൻ നടക്കൂല എന്നതിനും സർ ഇത് പറഞ്ഞായിരുന്നു. ഇങ്ങനെ ഇരുന്നും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഡീ ഡോളറൈസേഷനെ കുറിച്ച് സംസാരിക്കുന്നു. നിങ്ങളതിനെ സംസാരിച്ചിട്ടേയിരുന്നു. അപ്പോൾ നിനക്ക് മനസ്സിലായല്ലേ? അത് മനസ്സിലായി, ക്ലിയർ. ചട്ടം തന്നെ ജോലി ചെയ്യും. റെസിഡന്റ് തെറ്റെന്ന് പറയാൻ ആൾക്കാരുണ്ട്. 2 പേർ വോട്ടിട്ടതിൽ ഇവർ അപ്പോയിന്റ് ചെയ്തവരും മുട്ടാളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് പറയുന്നതെന്ന് വെച്ചാൽ ഇവർ ലാബ് ഡോഗ് അന്തനായി ഇന്നനായി എന്ന് പറഞ്ഞിട്ട് ചണ്ട പിടിച്ചോണ്ടിരിക്കുന്നു. ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതിനെ ഈ ബൂട്ടിംഗ് കണ്ടോ ഇല്ലെന്നാ ഇങ്ങനെയോ ഇല്ല ഒരു സുപ്രീം കോടതി ജഡ്ജിനെ ഇങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇന്ത്യ മാർക്കറ്റ് എങ്ങനെയാണ് സാർ റിയാക്ട് ചെയ്യും? ഈ ന്യൂസിനെ പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ 400 പോയിന്റ് കയറി. ഇങ്ങനെ പോയിന്റ് കയറുമെന്ന് ഞാൻ വിചാരിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ട്രംപ് ഭാഗവാദർ ഇന്ത്യക്ക് അതൊന്നുമില്ല 18% തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു ദിവസം അത് കാറ്റിറങ്ങി. നോക്കിയതും എനിക്ക് ആദ്യം തോന്നിയ കാര്യം എന്തെന്ന് വെച്ചാൽ, അയ്യോ ഒരു നല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി തോയല്ലോ എന്നാണ് എനിക്ക് ആദ്യം തോന്നിയത്. അപ്പം നോക്കിയാൽ എന്ത്, ഡോണ്ട് വറി, വിഷമിക്കണ്ട, ടാരിഫ് കണ്ടിന്യൂസ്. സാർ അടുത്തത് വന്നിട്ട് ഗോൾഡ്. ആര് നടക്കുമ്പോൾ ഇതിൻ്റെ ഒരു 3 കാര്യം ഗോൾഡിനെ കുറിച്ച് ഞാൻ പഠിച്ചായിരുന്നു. കുറിച്ച് നിങ്ങളുടെ അടുത്ത് ചോദിക്കൊരു ക്ലാരിറ്റി കിട്ടും എന്ന വിശ്വാസത്തിലാണ് ചോദിക്കുന്നു. ഗോൾഡ് കറക്ഷൻ കംപ്ലീറ്റ് ആയി ഓൾറെഡി 20% വിളിഞ്ഞിരിക്കുന്ന കാരണം പൊട്ടൻഷ്യൽ റീബൗണ്ടിന് തന്നെ ഇനി ചാൻസ് കൂടുതലുണ്ട്. ഇനി നോക്കി ഇതൊക്കെ ടെക്നിക്കലായിട്ട് കയറ്റിവിട്ടിരിക്കുന്ന കാരണമാണ്. നോട്ടടിക്കാൻ പോകണമെങ്കിൽ നോട്ടടിക്കണം. $120 ബില്യൺ ഇപ്പം നോട്ടടിക്കണം, റൈറ്റാ. ഗോൾഡ് $120 ബില്യൺ എക്സ്ട്രാ ഒന്നും വരത്തില്ല. $1 ബില്യൺ ഇനി നോട്ടടിക്കണം. ഇതാണ് ഇപ്പോൾ ഉള്ള കാര്യം. നോട്ടടിക്കുന്നതിന് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ പറ്റൂല്ലോ. ഇരിക്കുന്ന സിറ്റുവേഷനിൽ അത് അത്രയും തന്നെ മാറ്റർ. ഇതിനെ കുറിച്ച് സാർ പറഞ്ഞ കാരണം ഞാൻ ഒരു ഇഞ്ചടി നോക്കിയായിരുന്നു, അതിനെക്കുറിച്ച് പറയാം. ഇത് തങ്കം നിങ്ങളുടെ ഫ്രണ്ട് മൈ ഓണർ രമേശ് സാർ വന്നിട്ട് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ ഫ്രണ്ട് ഒരു എക്കണോമിസ്റ്റ് പറഞ്ഞതായിട്ട് പറഞ്ഞായിരുന്നു. ഗോൾഡ് ഒരു ഔൺസ് വന്നിട്ട് $23,000 $25,000 വരയ്ക്കും പോകുമെന്ന്. അങ്ങനെ തന്നെ ഞാൻ അറിഞ്ഞ ഒരു വലിയ എക്കണോമിസ്റ്റ് പറഞ്ഞതായിട്ടാണ് പറഞ്ഞത്. അവർ ഇന്നൊരു പോയിന്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് നോട്ടുകൾ അടിച്ച് സർപ്ലൈസ് ആയിട്ട് സർക്കുലേഷനിൽ വിട്ടിരിക്കുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നു. അതോ ഒരു എക്കണോമിസ്റ്റ് പറഞ്ഞതായിട്ടാണ് അയാൾ പറഞ്ഞത്. നിങ്ങളും ആ വായതിനെ പറഞ്ഞ ഞാൻ നിങ്ങളുടെ ഈ ചോദ്യം ചോദിക്കുന്നു. ഗോൾഡ് വന്നിട്ട് ഒരു ഔൺസ് $23,000 പോകുമെന്ന് പറഞ്ഞില്ല. ആദ്യം തങ്കമയിലിൽ ഒരുപാട് എക്കണോമിസ്റ്റിനെ അറിയാം. ഞാൻ എക്കണോമിസ്റ്റ് ഇല്ല, റൈറ്റാ. ഞാനൊരു സാധാരണ എഞ്ചിനീയറാണ്. ഇത് കാരണം ഞാൻ എക്കണോമിസ്റ്റ് ഇല്ല. ഉള്ളി $23,000 $24,000 പോകുമോ എന്നതിനെ കാട്ടില്ല. അത് എന്നാണ് എന്നതാണ് ചോദ്യം. പക്ഷെ അവസാനം പോകുമോ എന്ന് ചോദിച്ചാൽ പോകൂല. ഇപ്പോ $5,000 ഇരിക്കുന്നു. ഇവിടെ നിന്ന് 5 മടങ്ങാണ് നിങ്ങൾ പറയുന്നത്. 1000 ഇരുന്ന് $5,000 പോകാൻ ആള് 7 വർഷമായി. 1000 ഇരുന്ന് $5,000 പോകാൻ 2012 2013 $1,000 ഇരുന്നത് 1000 5000 4 മടങ്ങായി. അതേ 4 മടങ്ങാണ് നിങ്ങളിപ്പോൾ ചോദിക്കുന്നു. 2013 2025 2035 വരാൻ ചാൻസസ് ഉണ്ട്. അപ്പുറം തന്നെ ആ എക്കണോമിസ്റ്റ് ആരും ഞങ്ങൾക്ക് മനസ്സിലായി. ഞാനില്ല. എനിക്ക് 70 വയസ്സിരിക്കുമ്പോൾ വരാൻ്റെ ചാൻസ് ഇരിക്കുന്നു. 70ാമത് വയസ്സിൽ എന്റെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ഗോൾഡ് വന്നിട്ട് 25 ഔൺസ് ആകാൻ്റെ ചാൻസ്. റൗണ്ട്സ് എന്ന് പറയുമ്പം 28 30 ഗ്രാം എന്നൊക്കെയാ അല്ലേ സാർ? റൗണ്ടാ 30 ഗ്രാം എന്ന് വെച്ചാൽ 30 ഗ്രാം സ്വർണം $25,000. ഒരു ഗ്രാം $800 ആണ്. $800 എന്ന് പറയുമ്പോൾ ഇന്നേ രീതിക്ക് വന്നിട്ട് 70,000 rupees അറൗണ്ട് 10,000 രൂപ. അപ്പോ 170 180 ഇരിക്കും ഡോളേഴ്സാ സാർ. 10 വർഷത്തിൽ ഡോളർ 100% പോകുമോ സാർ? ഒരു ഡബിളായി അതും ഡബിളാവും. ഇതുപോലെ തന്നെ അതും. ഞാൻ എന്ത് പറയുന്നു, 60-70% പോവും. കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു ഗ്രാം എന്ന് പറയുന്നത് 1,00,000 താണ്ടുമല്ലേ സാർ 10 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ? ഇല്ല സാർ, നിങ്ങൾ പറയുന്ന ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ രൂപ കയറണം, ഗോൾഡും കയറണം. ആ ട്രെൻഡ് അങ്ങനെ പോവുകയാണെങ്കിൽ ഗ്രാം 1,00,000 പോകാൻ ചാൻസ് ഇരിക്കണം. ഞാൻ പറയുന്നത് എൻ്റെ 70ാമത് വയസ്സിലാണ്. എനിക്കിപ്പോൾ വയസ്സ് 58 ആണ്. ഒരു 10-13 വർഷം സാർ. 12 വർഷം. ശരി, നമുക്കിനി ഒരു സേഫ് ആയിട്ട് വയ്ക്കാം. എന്റെ 50th ബർത്ത്ഡേ സാർ, അതേ 13 വർഷം തന്നെ സാർ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു. ഒരുപാട് ചോദ്യങ്ങളുണ്ട് സാർ. ഫ്രൈഡേ സാറിന് എന്തെങ്കിലും ഒരു ദിവസം ഒരു മാസത്തിനൊന്നോ 2 മാസത്തിനൊന്നോ എന്ന് വിടാതെ ഏതായിട്ട് ഡെയിലി ഒന്നൊന്ന് വിട്ടോണ്ടിരിക്കുന്നു സാർ. സാർ പിന്നെ ഹീറോ അതിന് റിലേറ്റഡ് ആയിട്ട് വലിയ ചോദ്യമുണ്ട് സാർ. വെയിങ് ക്യാപിറ്റൽ എന്താണ് മണപ്പുറത്തിനൊക്കെ പറഞ്ഞോ. ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. യുവാസ് അകത്ത് വന്നിരിക്കുന്നു സാർ. അതിൽ LIC അകത്ത് കയറി ഒരു കളി കളിച്ചിട്ടുണ്ട്. LIC തന്നെയല്ലോ ആയിരിക്കും.
ഇതിനെക്കുറിച്ചും ഒന്ന് ചെയ്തിരിക്കുന്നു സാർ. അതിനെക്കുറിച്ച് നമുക്ക് നാളെ സംസാരിക്കാം സാർ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെ നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.